വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ബ്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 2 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള പൊട്ടാറ്റോ ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു പൊട്ടാറ്റോ മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നമ്മൾ ഉള്ളിവടക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മിക്സ് ചെയ്യുമ്പം തന്നെ 2 നുള്ളി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കടലപ്പൊടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/2 കപ്പ് ചേർക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നല്ല കട്ടി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് തോന്നുന്നത്, അപ്പോൾ ഒരു 1/4 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഓവറായിട്ട് അങ്ങ് വെള്ളം കയറി വെള്ളം പോലെ ആക്കിയെടുക്കരുത്. നല്ല കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലുള്ള ബാറ്റർ, അധികം ലൂസും അല്ല അധികം തിക്കുമല്ല, അത്യാവശ്യം വെള്ളം വേണം. നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കാൻ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ബ്രെഡ് ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കുക. ആ സമയത്ത് ഒരു ബ്രെഡ് ഈ ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കുന്നില്ല. ഈ ഒരു ബ്രെഡ് പകുതി മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഓയിലൊന്ന് മീഡിയം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച ആ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഡിപ്പ് ചെയ്ത് വെക്കണ്ട. ഒരു സമയം ഞാൻ 2 എണ്ണമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കടലപ്പൊടി ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണേ. സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്ന പോലെയല്ല, കടലപ്പൊടിയും കൂടി ചേർത്തതാണല്ലോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറായി കിട്ടണം. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് വെന്ത് സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്കാണ് മാറ്റുന്നത്. എണ്ണയൊന്നും കുടിക്കൊന്നും ചെയ്യൂല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ബ്രെഡും ഉള്ളിയും കടലപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നില്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താഴെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്